മഞ്ഞുമ്മൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരത്തിനെതിരെ ലൈംഗിക അതിക്രമ കേസ് 2022-ൽ ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയെന്നാണ് യുവതിയുടെ പരാതി. എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, 2022-ൽ നടന്ന ലൈംഗിക അതിക്രമം 4 വർഷത്തോളം എന്തുകൊണ്ടാണ് യുവതി പരാതി നൽകാതിരുന്നത്? സിനിമയുമായി ബന്ധമുള്ള വ്യക്തിയാണോ പരാതിക്കാരി? ടോം, ഇത് സിനിമയുമായി ബന്ധമുള്ള വ്യക്തി തന്നെയാണ് പരാതിക്കാരി. അവരൊരു നടിയാണ് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ സംവിധായകൻ ചിദംബരം നേരത്തെ സംവിധാനം ചെയ്ത സിനിമയുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് എന്നതെല്ലാം തന്നെ സൂചനകളുണ്ട്. എന്തായാലും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഇത് പരാതി 2022-ലെ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ടോം ചോദിച്ചതുപോലെ ഇത് എന്തുകൊണ്ട് ഇത്ര വൈകി ഈ പരാതി നൽകുന്നു എന്ന് പൊതുവെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. പക്ഷെ അതിന് കൃത്യമായൊരു ഉത്തരം നടിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. കമ്മീഷണർക്ക് നൽകിയ പരാതി പിന്നീട് അത് സൗത്ത് സ്റ്റേഷൻ, അതായത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് നൽകുകയായിരുന്നു. കടവന്ത്രയിലെ തൻ്റെ ഫ്ലാറ്റിൽ അതിക്രമിച്ച് കയറി തന്നോട് മോശമായ രീതിയിൽ ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചു എന്നതെല്ലാം തന്നെയാണ് ഇത് പരാതിയുടെ അടിസ്ഥാനമായിട്ട് പറയുന്നത്. ഈ ഭാരതീയ ന്യായ സംഹിത പ്രകാരം 74, 75 വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി കേസിൻ്റെ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. അതിനു മുൻപ് ഇവരുടെ വിശദമായ രീതിയിലുള്ള മൊഴി എടുക്കണം എന്ന നടിയുടെ. അതിനുശേഷം ചിദംബരത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും അതിൽ മറ്റ് നടപടികൾ, അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളാണെങ്കിൽ ആ രീതിയിലേക്ക് തന്നെ പോലീസ് പോവുകയും ചെയ്യും. ഏതായാലും മൊഴി എടുക്കണം. എടുത്തതിന് ശേഷം ഈ തെളിവ് ശേഖരിക്കലടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിന് ഇത്രയും വർഷത്തെ ഒരു പഴക്കം, 4 വർഷത്തോളം പഴക്കമുള്ള ഒരു പരാതിയാണുള്ളത്. അവരുടെ ഫ്ലാറ്റിൽ അതിക്രമിച്ച് കയറി എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് ഈ ആരോപണത്തിന് അല്ലെങ്കിൽ ഈ പരാതിക്ക് അടിസ്ഥാനമാകുന്ന ഏതെങ്കിലും രീതിയിലെ തെളിവുകൾ കണ്ടെത്താനുള്ള പോലീസിൻ്റെ ശ്രമങ്ങളും ഇനി തുടർന്ന് നടക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് CCTV ഫുട്ടേജുകൾ ലഭ്യമാണെങ്കിൽ അതടക്കം ഈ ആക്ഷേപങ്ങളിൽ അത് പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഈ സംഭവത്തിന് ഏതെങ്കിലും ദൃക്സാക്ഷികളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള സാക്ഷികളുണ്ടോ എന്ന്. പ്രത്യേകിച്ച് ഇതിൽ തെളിവെടുപ്പ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ തെളിവ് സമാഹരിക്കുക എന്ന ലക്ഷ്യവും പോലീസിന്. തീർച്ചയായും ആ ഒരു നടപടി ഉടൻ തന്നെ ഉണ്ടാകുമോ? ചോദ്യം ചെയ്യലും മറ്റു നടപടികളിലേക്ക് ഉടൻ തന്നെ പോലീസ് കടക്കുമോ ഡാനി? കാരണം ഇത് ചിദംബരത്തിനെതിരെ ആദ്യമല്ല ഇത്തരമൊരു ആരോപണം. ഈ സംവിധായകൻ്റെ, അതായത് ചിദംബരത്തിൻ്റെ ആദ്യ ചിത്രമായ ജാനേ മന്നിൽ അഭിനയിച്ച ഒരു നടി സമാനമായ രീതിയിലൊരു ആരോപണം ഉന്നയിച്ചതാണ്. അത് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ വിജയത്തിന് പിന്നാലെയായിരുന്നു അത്തരമൊരു ആരോപണം ഉയർന്നു വന്നത്. എന്തായാലും ഈ കേസിൽ ഈ 2022 നടന്ന ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് ചിദംബരത്തെ ഉടൻ തന്നെ പോലീസ് ചോദ്യം ചെയ്യുമോ? മറ്റു നടപടികൾ ഉടൻ ഉണ്ടാകുമോ? പരാതിയുടെ സ്വഭാവം ഇതായതുകൊണ്ട് ടോം, വലിയ രീതിയിൽ ഒരു വൈകൽ ഈ കാര്യങ്ങളിൽ ഉണ്ടാകില്ല. നടപടികൾ വൈകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ചിദംബരത്തെ വൈകാതെ തന്നെ പോലീസ് ചോദ്യം ചെയ്യും. അതിനു മുൻപ് ഈ പരാതിയും അതിൻ്റെ ഒരു പ്രാഥമികമായൊരു വിവരശേഖരണവും കൂടി പോലീസ് നടത്തിയിട്ടായിരിക്കും ചിദംബരത്തിൻ്റെ ചോദ്യം ചെയ്യലിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അത് വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ നേരത്തെയും ഇതിനു മുൻപും ഒരു പരാതികൾ ഉയർന്നു വരുന്നിരുന്നു. അതിന് പല രീതിയിൽ അതിനുള്ളൊരു പ്രതിരോധങ്ങൾ ചിദംബരത്തിൻ്റെ ഭാഗത്ത് നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ പരാതി എന്താണ്, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്നതെല്ലാം തന്നെ വൈകാതെ ഇവരുടെ ഒരു മൊഴി സ്വീകരിക്കുന്നതിലൂടെയായിരിക്കും കൂടുതൽ കാര്യങ്ങളിലൊരു വ്യക്തത വരികയും ചെയ്യുക. ഏതായാലും ഈ ചിദംബരവും ഈ അഭിഭാഷകരുമായിട്ടും എല്ലാം തന്നെ ബന്ധപ്പെട്ട് തുടങ്ങിയെന്നൊരു വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു കൂടുതൽ വ്യക്തതയിലേക്ക് പോകും. പെൺകുട്ടിയിൽ നിന്ന്, ഈ പരാതിക്കാരിയിൽ നിന്ന് പ്രാഥമികമായ രീതിയിലുള്ള ഒരു വിവരശേഖരണം നടത്തിയതിനു ശേഷം ചിദംബരത്തെയും ഇതിൻ്റെ ഒരു ചോദ്യം ചെയ്യലിലേക്കടക്കം കാര്യങ്ങൾ കടക്കുകയും ചെയ്യും. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മഞ്ഞുമ്മൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരത്തിനെതിരെയാണ് ലൈംഗിക അതിക്രമ കേസെടുത്തിരിക്കുന്നത്. 2022-ൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ അതിക്രമിച്ച് കയറി തനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടിയായിട്ടുള്ള യുവതിയുടെ പരാതി. മുൻപും
ചിദംബരത്തിനെതിരെ സമാനമായൊരു ലൈംഗിക അതിക്രമ പരാതി ഉയർന്നിരുന്നു. അതും മഞ്ഞുമൽ ബോയ്സിന്റെ സിനിമയുടെ വിജയത്തിന് ശേഷമായിരുന്നു. ഇനി സംവിധായകനെ ഉടൻ തന്നെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് സൂചന. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.